അല്ല ബ്രോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നീ കാറിന്റെ കീയിങ് ഇതാ. അല്ല ഞാനും വരാം. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. അല്ല അമ്മ അച്ഛനും അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇപ്പഴാ റൂമിലേക്ക് പോയത്. അതെ, നിന്നെ അങ്കിൾ അന്വേഷിക്കണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ല. വാടി. അല്ല സുജാതജി, ഇന്ന് കല്യാണി കണ്ടതേ ഇല്ലേ? ഇല്ല സർ, ഞാൻ വരുമ്പോ കല്യാണി ഇവിടെ ഇല്ലായിരുന്നു. അല്ല ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ശരി സർ. സുബർണ, അതെ, ഒരു ചെറിയ പ്രശ്നം. നമ്മുടെ കല്യാണി ഇവിടെ ഒന്നും കാണുന്നില്ല. ഹലോ. പറയണ്ടേ? അതെ, പറയാനൊന്നുമില്ല, അറിയാനേ ഉള്ളൂ. എന്താ ആന്റി? സത്യം പറ, നീ അവളെ തട്ടിക്കൊണ്ടുപോയോ അതോ കൊന്നു കളഞ്ഞോ? ആരുടെ കാര്യം ആന്റി പറയുന്നേ? കല്യാണിയുടെ കാര്യം. കല്യാണിയുടെ കാര്യോ? കല്യാണിക്ക് എന്തു പറ്റി? അയ്യോ, ഇന്ന് രാവിലെ മുതൽ കല്യാണിയെ കാണാനില്ല. കല്യാണിയെ കാണാനില്ലെന്നോ? അതെ, അവളെ കാണാതെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് സംശയിച്ചത് നിന്നെയാ. അതെ, നിന്റെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ടോന്ന്? ഇല്ല ആന്റി, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ആന്റിയോട് പറയായിരുന്നല്ലോ. ഓ, പിന്നെ അതൊക്കെ അങ്ങ് പണ്ട്. അഖിലാണ്ടേശ്വരിയെ തട്ടിക്കൊണ്ടു പോയപ്പോ അത് നീ എന്നെ അറിയിച്ചായിരുന്നോ? ദേ പ്രിയങ്കെ, നീ എന്നോട് വിളവിറക്കരുത്. നീ അവളെ കൊല്ലുകയോ തിന്നുകയോ എന്തോ ചെയ്തോ, പക്ഷെ എനിക്കത് അറിയണം. ആന്റി, ഇനി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന മനപ്രയാസത്തിൽ അവള് വല്ല ആറ്റിലോ കടലിലോ ചാടി ആത്മഹത്യ ചെയ്തു കാണും. ഏയ്, അവളതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവളാണെങ്കിൽ ഭർത്താവിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുമായിരുന്നില്ലല്ലോ. ഇത് എന്നെക്കാളും ഏറെ നിനക്ക് നന്നായിട്ട് അറിയാലോ. പറ, നീ അവളെ എന്ത് ചെയ്തു? തൃച്ചംബരത്തിന് പുറത്ത് എല്ലാവരും വിളറിപ്പോണ്ട് നിക്ക, കല്യാണിയെ കാണാതെ. നീ പറ, കല്യാണി നീ എന്ത് ചെയ്തു? ആന്റി, അവള് വല്ല ശത്രുവും നോക്കി പോയതായിരിക്കും. ആനന്ദിന്റെ കല്യാണം കഴിയുമ്പോ ശേഷിച്ച ജീവിതം ജീവിച്ചു തീർക്കാൻ. ആന്റി എന്റെ അടുത്ത് സംസാരിച്ച സമയം കളയാതെ അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് തിരക്കി വെക്ക്. മതി, എനിക്കിത് കേട്ടാ മതി. അപ്പോ കല്യാണി കാണാതായതിന്റെ പിന്നിൽ നീ അല്ലല്ലോ? ശരി. സുബർണ, ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. ബ്രോ അന്വേഷിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ സമാധാനിക്കണമെന്ന് സുബർണം പറയുന്നേ? ഇവിടെ നടക്കുന്ന നാടകങ്ങളെല്ലാം അറിയാലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ സമാധാനിക്കും? ശരി ശരി, ഞാൻ വിളിച്ചേ. സർ, കല്യാണി ഫോണ് കട്ട് ചെയ്യാ. രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും അവള് ഫോൺ എടുക്കാതിരിക്കണമെങ്കിൽ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ആനന്ദിനി ഇപ്പൊ അവക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ അവളെ വഴക്ക് പറയോ തല്ലിയോ മറ്റോ ചെയ്തോ? അയ്യോ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല എന്റെ പൊന്നു മോനെ.
അവളിനി പോയി വല്ല തൂങ്ങിച്ചാവുകയോ ട്രെയിനിന് തല വെക്കുകയോ ചെയ്താ അവൻ പോയി ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരില്ലേ? എന്തായി? കല്യാണിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഒരു വിവരവും ഇല്ല. ഫോൺ റിങ് ചെയ്യുന്നു, പക്ഷെ അപ്പൊ തന്നെ അത് കട്ട് ചെയ്യുന്നുമുണ്ട്. പോലീസിൽ വിവരം അറിയിക്കുന്നത് നന്നായിരിക്കുന്ന എന്റെ അഭിപ്രായം. എത്തിയല്ലോ. കല്യാണി, നീ എവിടെയായിരുന്നു ഇതുവരെ? അത് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു, 51 തേങ്ങ ഉടയ്ക്കണമെന്ന്. അതിന് പോയതാ. തേങ്ങ ഉടയ്ക്കാൻ പറ്റിയ സമയം തന്നെയാണല്ലോ. ഓ, ഈ കല്യാണം ഒരു തടസ്സം കൂടാതെ നടത്തി തരണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കും അല്ലേ? പഴവങ്ങാടി ഗണപതിക്കാണ് തേങ്ങ ഉടച്ചതെങ്കിൽ അതിന് ഫലം കണ്ടിരിക്കും. പാവം കല്യാണി രാവിലെ ഉറക്കം പോലും കളഞ്ഞ് ഇറങ്ങിപ്പോയി നേർച്ച നടത്തിയതല്ലേ. ഈശ്വരാ, ഫലം കാണിച്ചു കൊടുക്കണേ. കല്യാണി, ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ? കല്യാണിക്കൊന്നും പറഞ്ഞിട്ട് പോരുന്നില്ലേ? അതോ കല്യാണിയുടെ തന്നിഷ്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി തുള്ളണമെന്നാണോ? അയ്യോ, കുറച്ചു നേരെ ആയിട്ടുള്ളൂങ്കിലും ഞങ്ങൾ എത്ര വിഷമിച്ചെന്നറിയോ കല്യാണിക്ക്? മറ്റുള്ളവരുടെ നെഞ്ചിരിയൽ കാണുമ്പോ വേദനിച്ചിരുന്ന കല്യാണിയൊക്കെ പോയങ്ങളെ. ബ്രോ കല്യാണി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക. ഒരു തരത്തിലും ആ മനുഷ്യന് മനസ്സമാനം കൊടുക്കില്ലെന്ന് നേർച്ചിട്ട് ഇറങ്ങിയിരിക്കല്ലേ. ഒന്നും പറയുന്നില്ല. എന്തായാലും ആളുകളുടെ ജീവനോടെ തിരിച്ചെത്തിന്ന് വിളിച്ചു പറയാം. ആ മനുഷ്യനൊരു സ്വസ്ഥതയും കൊടുക്കില്ല. മാഡം, പ്രസാദം. വാ കല്യാണി. എവിടെ? ഒന്നും കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. എന്താ ബ്രോ ഇത്? ഇങ്ങനെ നിന്നാലോ? ഇതിനി നമുക്കെന്തെങ്കിലും മറുവഴി കണ്ടെത്തണ്ടേ? എന്ത് വഴി അരവിന്ദ? ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എല്ലാം കൊണ്ടും ഞാൻ നിസ്സഹായന. എന്നും പറഞ്ഞ പറ്റില്ല ആനന്ദ്. നമുക്കിതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് എന്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല. കല്യാണിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവൾ ഈ ത്യാഗത്തിന് തയ്യാറാവുന്നത് നമ്മുടെ അച്ഛന്റെ ജീവനെ കരുതിയല്ലേ? എന്റെ ബ്രോ, അച്ഛന്റെ ജീവന് ഒരു ആപത്തും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ്. അരവിന്ദ്,
അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ മുത്തശ്ശനാ. അതെ, മുത്തശ്ശനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എന്ന് വെച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. അതിപ്പോ എന്റെ വിവരക്കേടായിരിക്കാം. ഞാൻ കല്യാണിയെ സ്നേഹിക്കരുതായിരുന്നു അരവിന്ദ്. അവളെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഇത്ര വലിയ മഹാപരാധമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുമില്ല. ബ്രോ, എന്താ ഇത്? അവളെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. അത് മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ആണും പെണ്ണും തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒന്നും ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. അത് ലോകത്തിന്റെ ആരംഭം മുതലേ ഉള്ളതാ. പക്ഷേ ഈ തൃച്ചംബരത്ത് കുറെ ആചാരങ്ങളുണ്ട്. അതാ പ്രശ്നമായത്. ഇത് ആചാരമല്ല, അനാചാരമാണെന്ന് ഞാൻ പറയും. മറ്റുള്ളവരെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അനാചാരം അല്ല. പിന്നെ ഏതായാലും കല്യാണിയെ ഞാൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ആ നിമിഷം മുതൽ ആരംഭിച്ച കൊടുങ്കാറ്റ് ഇതേവരെ കെട്ടടങ്ങിയിട്ടില്ല. അതിപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ തമ്മിൽ വേർപെടുത്തി അടങ്ങുന്നുള്ള വാശിയില വിധി. എന്ത് ദുരന്തം ഉണ്ടായാലും പഴിചാരാൻ വിധി എന്ന രണ്ടക്ഷരമുണ്ടല്ലോ. പക്ഷെ കല്യാണി എന്റെ ഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ എനിക്കാവുന്നില്ല. ഞാൻ കല്യാണിയെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ ആ നിമിഷം മുതൽ അമ്മയെ വരെ എതിർത്ത് എന്റെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ അച്ഛൻ. ഒരിക്കലും സ്നേഹിച്ചു തീരാത്ത നമ്മുടെ അച്ഛൻ, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ അച്ഛൻ. ആ അച്ഛന്റെ പ്രാണനാണോ എനിക്ക് വലുത്, അതോ കല്യാണിയോടൊപ്പമുള്ള ജീവിതമോ? ഞാൻ ഇതുപോലെ ധർമ്മസങ്കടത്തിൽപ്പെട്ട ഒരു സന്ദർഭവും ഇതേവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനാകെ പതറി പോകേണ്ട ദിക്കറിയാതെ നിൽക്കുക അരവിന്ദ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ബ്രോ, അച്ഛന്റെ പ്രാണൻ ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ തറപ്പിച്ച് പറയാ. ബ്രോ, അസുഖത്തിന് മരുന്നാണ് കഴിക്കേണ്ടത്, അല്ലാതെ മന്ത്രവും ജ്യോത്സ്യൊന്നും അല്ല. പിന്നെ മറ്റൊരു കാര്യം, ബ്രോയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അരവിന്ദ്, നന്ദന, ചെന്നവനെ അനുനയിപ്പിക്ക്. അവൻ എന്തിനുള്ള പുറപ്പാടാന്നറിയില്ല. ചെല അരവിന്ദ്, അരവിന്ദ്, അരവിന്ദ് നിക്ക്. അരവിന്ദ് എവിടെ പോവാ? ഒരു കാര്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. നിക്ക്, എവിടെ പോവാ? അരവിന്ദ്, അരവിന്ദേ, അരവിന്ദ് നിക്ക്. രാവിലെ ഡ്രസ് ചെയ്ത് ഇത്ര സ്പീഡിലേക്ക് ഇത് ഇങ്ങോട്ടേക്കാ. എന്ത് ചെയ്യാനായി പോന്നെ? ആരെ കാണാനാ പോന്നെ? അടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ പോരാ, എനിക്കിപ്പോ അറിയണം. എന്നിട്ടാ ഞാൻ നിന്നെ പുറത്തേക്ക് വിടും. പറയേ, എങ്ങോട്ടേക്കാ പോകുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞ നീ എന്നെ തടയരുത്. ഉദ്ദേശം നല്ലതാണെങ്കിൽ ഞാൻ തടയില്ല. നല്ലതല്ലെങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് തടയേണ്ടി വരും. ഞാനൊരാളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. വാട്ട്? കിഡ്നാപ്പ് ചെയ്യാനോ? ആരെ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഇന്നു മുതലേ ഇങ്ങനെ ഗുണ്ടാപ്പണി തുടങ്ങിയെന്ന്. അതൊക്കെ പറയും. ഗുണ്ടാപ്പണി ചെയ്യാനല്ല, ചെയ്യിപ്പിക്കാനാ പോകുന്നത്. എടി, അവളെ രാവിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങും. അവളെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത്. അതാരെയാണെന്നാ ഞാൻ ചോദിക്കുന്നേ. എടി, വൈജയന്തി. അവള് രാവിലെ ലാൻഡ് ചെയ്യുന്ന കല്യാണി അമ്മോട് പറയുന്നത് ഞാൻ ജോഗിങ് കഴിഞ്ഞ് വന്നപ്പോ കേട്ടു. വൈജയന്തി, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഇതല്ല, വേറൊരു മാർഗവും ഇല്ല. നീ ഇനി വെറുതെ തടയാൻ നിൽക്കണ്ട.
ഇല്ല, തടയില്ല. അരവിന്ദ് പറഞ്ഞത് ശരിയാ. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ഏതായാലും ധൈര്യപൂർവ്വം പോയിട്ട് വാ. സൂക്ഷിക്കണം, എതിർകക്ഷി പെണ്ണാണ്. പെണ്ണിനെ തൊട്ടാലോ നോക്കിയാലോ ഇപ്പൊ വലിയ പുലിവാലാവുന്ന കാലവാ. അതുകൊണ്ട് തന്നെ നീ നേരിട്ട് ഇടപെടരുത്. ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ? ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ ഇനി ഇവിടെ ആരന്വേഷിച്ചാലും ഞാൻ എവിടെ പോയി അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓക്കെ. അഖില, പറയൂ കൃഷ്ണേട്ടാ. ഏത് പ്രതിസന്ധിയിലും നമുക്ക് കാവലും കരുതലുമായി നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സാക്ഷി നിർത്തി ഞാനൊരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ആരംഭങ്ങൾക്കെല്ലാം അവസാനമുള്ളതുപോലെ ഓരോ മനുഷ്യജന്മത്തിനും ഒരന്ത്യമുണ്ട്. അത് ദൈവത്താൽ രചിക്കപ്പെട്ട മനുഷ്യജീവിത കഥയാണ്. എനിക്ക് ദാനമായ ദൈവം തന്ന ഈ ജന്മത്തിനും ദൈവം തന്നെ ഒരു അന്ത്യം കുറിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കൂ. അപ്പോൾ മനുഷ്യരുടെ ജാതകവിധികളിൽ ഓരോരോ ദശാകാലം വരുമ്പോൾ അത് ദോഷമാണെങ്കിൽ അതിന് പരിഹാരകർമ്മങ്ങൾ ചെയ്യുന്നതോ? പരിഹാരകർമ്മങ്ങൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറരുത്. മകന്റെ കുടുംബജീവിതം തല്ലി തകർത്തുകൊണ്ടല്ല എന്റെ ജീവനെ സംരക്ഷിക്കേണ്ടത് എന്നർത്ഥം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ജീവൻ തരുന്നതും അത് തിരികെ എടുക്കുന്നതും ദൈവനിശ്ചയമാണ്, അലംഘനീയമായ ദൈവ തീരുമാനം. ആ തീരുമാനത്തെ മറ്റൊരു ശക്തിക്കും മാറ്റാനാകില്ല. കല്യാണിയും ആനന്ദും വിവാഹിതരാണ്. ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടിട്ടും അവർ അകലാതെ നിൽക്കുന്നവരാണ്. പരസ്പര വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് ബന്ധങ്ങളെ സുരക്ഷിതമായി നിലനിർത്തുന്നത്. അവർ തമ്മിലുള്ള ആഴമേറിയ ഹൃദയബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. അവരെ തമ്മിൽ വേർപിരിക്കരുത്. അങ്ങനെ വേർപിരിച്ചാൽ ഒരു മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷികളാകേണ്ടി വരും. അതുകൊണ്ട് വളരെ അപകടകരമായ ഈ തീരുമാനം മാറ്റണം, മാറ്റിയേ പറ്റൂ. ഈ തീരുമാനം എടുത്തത് ഞാനല്ല, കല്യാണിയാ. കല്യാണി, എന്താ സുജാതേച്ചി? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ചേച്ചി പറ. കല്യാണി, നീ ഈ കാണിക്കുന്നതൊക്കെ വലിയ തെറ്റാ. ബുദ്ധിമോശെന്ന് എനിക്കിതിനെ പറയാൻ പറ്റൂ. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ഈ ചെയ്യാൻ പോകുന്നത്? സ്വന്തം ജീവനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്ന വലിയ ആളാണ് ആനന്ദ് സർ. ആ സാറിനെ മറന്നു കളയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? സ്വന്തം ഭർത്താവിന് മറ്റൊരു വിവാഹം ആലോചിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യമാർ ഈ ഭൂലോകത്തിലുണ്ടോ? എന്താ, ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ജോലിക്കാരുടെ പണി ചെയ്താൽ മതി.
ഈ കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട.